തൃശൂർ മുണ്ടത്തിക്കോട് സ്ഫോടനമുണ്ടായ പടക്കപ്പുരയ്ക്ക് സമീപത്തെ കനത്ത നാശനഷ്ടമാണ്. ജനൽ ചില്ലുകളും വാതിലുകളും പൂർണ്ണമായും തകർന്നു. ഷാരിഖ് നവാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സ്ഫോടനം നടന്ന ഏറ്റവും അടുത്തുള്ള ഒരു വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ കനത്ത നാശനഷ്ടം ഉണ്ടായത് ഈ വീട്ടിലാണ്. ഈ വീട്ടിലെ സകല ജനൽ ചില്ലുകളും അതുപോലെ തന്നെ വാതിലും ഒക്കെ തകർന്നിട്ടുണ്ട്. ആ വീട്ടുടമ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇത്തരത്തിൽ വലിയൊരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. വീട്ടിലകത്ത് ചില്ലുകളൊക്കെ തകർന്ന് കിടക്കുന്നു. എന്താണ് സംഭവിച്ചത്? ഇത് സംഭവം ഇവിടെ വെടിക്കെട്ട് വരെയെന്ന് മൊത്തമായിട്ട് പൊട്ടിയതാണെന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. ആദ്യം വലിയൊരു ശബ്ദം വന്നപ്പോൾ മൊത്തം ഒരു കുലുക്കം ഉണ്ടായി. അപ്പോൾ തന്നെ വീട്ടിലെല്ലാവരോടും ഇറങ്ങി ഓടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും അവിടെ ഇറങ്ങി ഓടുന്ന സമയത്ത് കുറച്ച് പൊള്ളലും കാര്യങ്ങളൊക്കെ മുകളിൽ നിന്ന് തീപ്പൊരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന് കുറച്ച് പൊള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രാഥമിക ചികിത്സ കിട്ടി അവർ വീടുകളിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ മൊത്തം ചില്ലുകൾ തകർന്ന രീതിയിലാണ് കാണാൻ സാധിച്ചത്. മുകളിൽ ഗസ്റ്റുകളൊക്കെ നമുക്ക് ഇന്നൊരു പെരുന്നാളായിരുന്നു, ഞങ്ങളുടെ പള്ളിയുടെ പെരുന്നാളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കുറേ ഗസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇത് കർട്ടണൊക്കെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ തള്ളൽ ഗ്ലാസ് പൊട്ടിയിട്ട് കർട്ടണൊക്കെ പൊട്ടിപ്പോന്നു. ഇതൊക്കെ സംഭവിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഇത് കിച്ചണാണ്, കിച്ചൻ്റെ ഗ്ലാസ്സുകളാണ് അതൊക്കെ. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെയാണ് എൻ്റെ ഫാമിലി, എൻ്റെ അമ്മയും വൈഫൊക്കെ ഇവിടെ ഫുഡ് തയ്യാറാക്കുകയായിരുന്നു. ആ സമയത്താണ് ഇത് പൊട്ടിയത്. അപ്പോൾ ആ ഗ്ലാസ്സും കൂടെ അടിച്ചിട്ട് അവരും പേടിച്ച് ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത്. ചുമരൊക്കെ വിണ്ട നിലയിലാണ്. അത്തരത്തിൽ ചുമരൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ നാശനഷ്ടമാണ് ഈ വീട്ടുകാർക്കുണ്ടായിരിക്കുന്നത്. ഈ സമീപത്തുള്ള ഒരു വീടാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇവർക്ക് വലിയ തോതിലുള്ള ഒരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇവരുടെ ഈ ബെഡൊക്കെ കത്തി നശിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഈ റൂമിൽ ആരും ഇല്ലാതിരുന്നത് വലിയൊരു അപകടം ഒഴിവായി. അവർക്ക് വലിയ വിപത്തിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടു എന്നാണ് ഈ വീട്ടുകാരൻ പറയുന്നത്. അത്തരത്തിൽ ഈ സമയത്ത് ഇവരാരും ഈ റൂമിൽ ഉണ്ടായിരുന്നില്ല. ഈ റൂമിൽ ഉണ്ടായിരുന്നെങ്കിൽ വലിയൊരു അപകടം ഇവർക്ക് സംഭവിച്ചേനെ. അത്തരത്തിൽ വലിയൊരു നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ താഴെ നിലയിലുള്ള ദൃശ്യങ്ങൾ കണ്ടു. താഴെ മുഴുവനും ചില്ലുകളാണ്. ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ, ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മാറി താമസിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ വീട്ടിനകത്ത് താമസിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം മുഴുവൻ, അതായത് ഈ സ്റ്റെപ്പുകളിലും അതുപോലെ തന്നെ താഴെയുള്ള ഭാഗങ്ങളിലെല്ലാം ജനൽ ചില്ലുകളാണ്. കാലിൽ കുത്തിക്കയറുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ മറ്റൊരു വീട്ടിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഉടമ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു നാശനഷ്ടമാണ് ഈ വീട്ടുകാർക്ക് സംഭവിച്ചിട്ടുള്ളത്. മുഴുവനും ജനൽ ചില്ലുകളാണ് ഈ കാണുന്നത്. അത്തരത്തിൽ വലിയൊരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കാരണം അതിഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് തന്നെ ആണ് പറയാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.